ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്ന് ഒറ്റ മൈൻഡ് ബാംഗ്ലൂർ പോവാണ്. അങ്ങനെ ഞങ്ങൾ പടക്കുതിരി എടുത്ത് ഞങ്ങൾ നേരെ ഈറോഡില്ല റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. പോണ വൈക്കില്ല കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഒരു നിമിഷം നമുക്ക് പഴയ കാലത്തിലോട്ടൊന്ന് പോയാലോ. 2-3 വട്ടം TTRന്റെ ഉപദേശം ഉണ്ടാവേണ്ട ഇപ്രാവശ്യം ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടാണ് കേട്ടോ പോണത്. നമ്മൾ മാത്രല്ല ഈ പയ്യന്മാര് നമ്മളെ പിന്നാലുണ്ട് കേട്ടോ. ഒച്ചല്ലാണ്ട് ചിരിക്കണ എബനാണ് കേട്ടോ നിഖിലേട്ട. തൊള കണ്ട കൈയിട്ടോക്കണ എബനാണ് കേട്ടോ ജാസിമേ. ട്രെയിൻ നിർത്തിച്ചാൻ വേണ്ടി മണ്ട എബനാണ് കേട്ടോ സാപ്പി. പിന്നാലെ നമ്മളുണ്ട്. ഈ മല കൂട്ടത്തിലാണ് നിസ്കാര ബാഗ് എടുത്തിട്ടാണ് ഞങ്ങൾ പോണത്. ഞങ്ങളെ കൂട്ടത്തിൽ ഇമാമാണ് കേട്ടോ സാപ്പി. അങ്ങനെ ഞങ്ങൾ ഷൂ ഊരിട്ടപ്പോ ഓരോരുത്തരായിട്ട് മയങ്ങലോടത്തി. കാരണം ഞങ്ങളെ ഷോക്സിന് അത്രക്ക് സുഗന്ധാണ് കേട്ടോ. അങ്ങനെ മയങ്ങണോലെല്ലാരും ഞങ്ങളെ ഷോക്സിന്റെ ഉത്തരവാദിയാണെന്ന് നിങ്ങൾ കരുതണ്ട. അങ്ങനെ എനിക്ക് ഉറക്കം വന്നപ്പോ ഞാൻ ഈ ബായിന്റെ തൊടമ്പ തല വെച്ച് ഞാനും കടന്നു കേട്ടോ. ഇപ്പം പിന്നെ 6 മണിക്ക് കടന്നുറങ്ങണോണ്ട് ഇപ്പം ട്രെയിനിൽ കയറിയപ്പോ തന്നെ ഇപ്പം ഫ്ലാറ്റ് ആയിക്കോണം കേട്ടോ. ബായിക്ക് ഇന്നെ പറ്റാത്തോണ്ട് എന്റെ കടത്താൻ പറ്റാത്തോണ്ടാന്ന് അറിയില്ല കേട്ടോ. പോയി താഴ്ത്തി കടന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 5:30 ആയപ്പോഴത്തേന് ബാംഗ്ലൂർ എത്തി. ഞങ്ങൾ നേരെ പോയത് ചിക്പേട്ട് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ നമുക്ക് പാന്റ് ഷർട്ടൊക്കെ ചെറിയ വിലക്ക് കിട്ടും. നല്ലത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം തുറക്കണമാതിരി തുറക്കണം കേട്ടോ. അങ്ങനെ തുറന്ന് തെരഞ്ഞ് രാവിലെ ആയത് ഞങ്ങൾ അറിഞ്ഞു. അവിടെ ഞങ്ങളൊരു 3 പാന്റും ഒരു വുഡി എടുത്തിട്ട് ഞങ്ങൾക്ക് ആകെ വന്നത് 200 റുപ്യാണ്. നല്ലത് കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലെ 4 മണിക്കെങ്കിലും നമ്മൾ സ്പോട്ടിക്ക് എത്തണം. ഡ്രസ്സ് മാത്രമല്ല ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ എടുക്കുമ്പോൾ നോക്കി എടുക്കണമെന്ന് മാത്രം. ഇപ്പൊ നിങ്ങളെ കല്യാണം വരുന്ന ചൈനയില്ല കോട്ട് വരണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ വിശന്നുമ്പോ ഫുഡ് കഴിക്കാൻ പോയി. കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ സാധനത്തിന് നമ്മൾ കണ്ടത്. ഇനി ഡാഗിനി അമ്മൂമ്മ ആണോ? നമ്മുടെ നാട്ടില് പുളിയഞ്ചിപ്പൊടി തൂക്കിടുന്ന മാതിരിയാണ് ഇവിടെ ആൻസ് പാൻപരാക്കൊക്കെ തൂക്കിടുന്നുണ്ടോ. ഇവൻ കണ്ണറിട്ടേക്കണ എവിടുക്കാ നോക്കണത് അറിയാതിരിക്കാൻ വേണ്ടി ഇപ്പൊ അതിന്റെ അടിയിൽ സിഗമ ഇടാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഏതൊരു സ്റ്റേഷനിൽ ഇറങ്ങിങ്ങാണ്ട് ടോണിക്കറിന് ഈ കടയിലാട്ടോ ആദ്യം നമ്മൾ കയറിയത്. പുള്ളി കയറിയപ്പോഴായിരുന്നു ഇത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലമല്ലാന്ന്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് സ്ഥലം കാലിയാക്കി. അങ്ങനെ ഈ വെള്ളിപ്പാന്റെ ഓട്ടോറിക്ഷയിൽ കേരള ഫുഡ് ഇട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോവാണ് കേട്ടോ. അങ്ങനെ ഈ ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ ഫുഡ് എങ്ങനെ ഉണ്ട് ചോദിച്ചപ്പോ ഇപ്പം പറയണതാണിത് നല്ല ടേസ്റ്റ്. അങ്ങനെ പൈസ കൊടുക്കാൻ വന്നപ്പോഴാണ് ഏതോ തലച്ചോറ് അതിന്റെ തലച്ചോറ് ഇവിടെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇവൻ പൊത്തുനിട്ട് നിങ്ങൾ തെറ്റാതിരിക്കാൻ നിൽക്കാൻ കേട്ടോ. ഇതല്ല ഈ സാധനം കഴിച്ചപ്പോ നമ്മൾ ഇതിന്റെ ഫാനായി. ബാംഗ്ലൂർ വരാണെങ്കിൽ ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തു. ഇതിന്റെ ഫാൻ ആയതുകൊണ്ട് നമ്മൾ അവിടുന്ന് പാർസലുമായിട്ടാണ്. എന്നാ ശരി, ബൈ.